ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്വപിതാവാം ദൈവമേ, ഈ ദിവസം പരിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഈ സന്ധ്യാസമയത്ത് തമ്പുരാനെ അല്പസമയം വേദശാസ്ത്ര ചിന്തകളെ ആയിരിക്കാനും അതുവഴി സഭയുടെ സത്യങ്ങളെയും വേദശാസ്ത്ര ചിന്തകളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനോനയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്ന് ഞങ്ങളെ വെളിച്ചത്തിൽ കൈപിടിച്ച് നടത്തുമാറാകണമേ. ഞങ്ങളുടെ ഈ പഠനം മൂലം സഭയ്ക്ക് പുതിയൊരു വെളിച്ചം, സഭയിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഭയിലെ ജനങ്ങൾക്കും പുതിയ വെളിച്ചം കൈവരുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടിവരവിനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള പിളർപ്പ്, രണ്ട് സഭകൾ എങ്ങനെ പിളർന്നു, കൽക്കെദോൻ സുന്നോദോസ് എങ്ങനെ സഭയെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് രണ്ടാം യൂണിറ്റിലെ 5-ാം പാഠവും 6-ാം പാഠവും പിന്നെ മൂന്നാമത്തെ യൂണിറ്റിലും നമുക്കൊന്ന് പ്രവേശിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് 5-ാമത്തെ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓറിയന്റൽ സഭകളും ബൈസന്റൈൻ സഭകളും. നമ്മൾ നേരത്തെ കൽക്കദോന്യ സുന്നോദോസിൻ്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അവിടെ കൃത്യമായിട്ട് ഈ രണ്ട് സഭകളെയും പറ്റി നമ്മൾ പഠിച്ചു. കുസ്തുന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് കുസ്തുന്തീനോസ് എന്ന് പേര് നൽകിയ പട്ടണം, അതിനു മുമ്പ് ഷെയർ ചെയ്യാനായിട്ട് അലക്സ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണോ? അലക്സേ? അച്ഛാ, അച്ഛനെ ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ. എനിക്ക് ഓക്കെ, അപ്പുറത്തോട്ട് എന്നെ ആയിക്കോ. അപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു. ഒരു മിനിറ്റ്. യാ, യു ഹോസ്റ്റ് നോ. ഓക്കെ. ഓറിയന്റൽ സഭകളും ബൈസന്റൈൻ സഭകളും. നമുക്കറിയാം, കുസ്തുന്തീനോസ് ചക്രവർത്തിയുടെ കാലത്താണ് റോമയിൽ നിന്ന് കുസ്തുന്തീനോപോലിസിലേക്ക് ദ സിറ്റി ഓഫ് കോൺസ്റ്റന്റൈൻ എന്നാണ്, ഞാനത് പറഞ്ഞു, ഇസ്റ്റാംബൂൾ, ഈസ്റ്റീൻ പോലീസ് ടു ദ സിറ്റി എന്നുള്ള പേര് അവിടെ വന്നു. ആ സിറ്റിയിലേക്ക് ഈ റോമിൻ്റെ തലസ്ഥാനം മാറ്റുന്നു. അങ്ങനെ കുസ്തുന്തീനോസ് ചക്രവർത്തിയുടെ കാലത്ത് അതിൻ്റെ പേര് ഇസ്റ്റാംബൂൾ എന്നായിട്ട് അറിയപ്പെടുന്നു. AD 565 ജസ്റ്റീനിയൻ ചക്രവർത്തി കാലം ചെയ്തത് മുതൽ 1453 വരെ തുർക്കികൾ കുസ്തന്തിനോപോലിസ് പിടിച്ചടക്കിയത് വരെ കുസ്തന്തിനോപോലിസിനോട് ബന്ധപ്പെട്ടിരുന്ന സഭകളെ ബൈസന്റൈൻ സഭകളെന്ന് വിളിക്കുന്നു. അതായത് 451 ശേഷം സഭയിൽ വലിയ ഒരു പിളർപ്പുണ്ടാവുകയും കൽക്കദോനെ അനുകൂലിച്ചവർ ബൈസന്റൈൻ വിഭാഗക്കാരായിട്ടും അതിനെ എതിർത്തവർ ഓറിയന്റൽ സഭാ വിഭാഗങ്ങളായിട്ടും പൊതുവിൽ കരുതി വരുന്നു. അപ്പോൾ റഷ്യൻ സഭ ഗ്രീക്ക് സഭയുടെ പുത്രി സഭയായതിനാൽ റഷ്യൻ സഭ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഗണത്തിലാണ്. റഷ്യൻ സഭയിൽ എങ്ങനെയാണ് ആദ്യം ആരാധന കൈവന്നതെന്ന് ആ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഗ്രീക്ക് സഭയുടെ ലിറ്റർജി ഫോളോ ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഈ ബൈസന്റൈൻ സഭകളിൽ വരുന്നത്. ഓറിയന്റൽ സഭകളും ബൈസന്റൈൻ സഭകളും കിഴക്കൻ സഭകളെന്ന് പൊതുവിൽ അറിയപ്പെടുന്നു. പടിഞ്ഞാറൻ സഭ എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനെ കാത്തലിക് ചർച്ച് എന്നും, കിഴക്കൻ സഭ എന്ന് പറയുമ്പോൾ ഈ പൊതുവിലുള്ള ഓർത്തഡോക്സ് സഭകളെ അങ്ങനെ വിളിച്ചു വരുന്നു. ഇനി ഓർത്തഡോക്സ് സഭകൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്: എത്യോപ്യൻ സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ സഭ, മലങ്കര സഭ, സിറിയൻ ഓർത്തഡോക്സ് സഭ, എറിത്രിയൻ സഭ. ഇതിൽ 1991 എത്യോപ്യൻ രാജ്യം രണ്ടായിട്ട് വിഭജിച്ചപ്പോഴാണ് എത്യോപ്യയും എറിത്രിയയും രണ്ടായി രണ്ട് സഭകളായിട്ട് മാറിയത്. അതിന് മുമ്പ് വരെ അതൊരു എത്യോപ്യൻ സഭ എന്നുള്ള രീതിയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബൈസന്റൈൻ സഭകളിൽ റഷ്യൻ സഭ, റുമേനിയൻ സഭ, ഗ്രീക്ക് സഭ, യൂഗോസ്ലോവിയൻ സഭ, ബുൾഗേറിയൻ സഭ, ജോർജിയൻ സഭ,
മെൽക്കൈറ്റ്, അൽബേനിയൻ സഭ എന്നീ സഭകളെല്ലാം അതിൽപ്പെടുന്നു. കൽദായ സഭ എന്ന് പറഞ്ഞാൽ AD 431 എഫേസസ് സുന്നോദോസിൽ, അവിടെ വെച്ചാണ് നമ്മൾ മറിയാം ദൈവമാതാവെന്ന് വിളിക്കരുത്, ക്രിസ്തുവിൻ്റെ മാതാവെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ ആ ഒരു സംവാദങ്ങളെയൊക്കെ തള്ളിക്കളയുകയും ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ചോദ്യം ചെയ്ത നെസ്തോറിയൻ വേദവിപരീതങ്ങളെ തള്ളിക്കളഞ്ഞ് എഫേസസ് സുന്നോദോസിലാണ്. അവിടുത്തെ ആ നിശ്ചയങ്ങളെ, എഫേസസ് സുന്നോദോസിൻ്റെ നിശ്ചയങ്ങളെ എതിർക്കുന്ന പാരമ്പര്യമുള്ള ആളുകളാണ് കൽദായ സഭ. കൽദായ സഭയിലെ നമുക്കറിയാം തൃശ്ശൂരുള്ള കൽദായ സഭകളുണ്ട്. അവരുടെ മെയിൻ ആസ്ഥാനം ബാഗ്ദാദിലാണ്. അമേരിക്കയിലും ഷിക്കാഗോയിലും അവരുടെ ഒരു സെൻറ്ററുണ്ട്. അപ്പോൾ ഈ കൽദായ സഭ ഇപ്പോൾ മറ്റ് സഭകളുമായി ചെറിയ സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് അവിടുത്തെ ആളുകൾ ഒരു ആൾട്ടർനേറ്റ് ഇയേഴ്സിൽ നമ്മുടെ സെമിനാരിയിലാണ് കൽദായ സഭയിൽ വന്ന് പഠിക്കുന്നത്. അല്ലാത്തപ്പോൾ ചിലപ്പോൾ അവർ യാക്കോബ സെമിനാരി പഠിക്കും. ഒരു വർഷം ചിലപ്പോൾ നമ്മുടെ സെമിനാരിലായിരിക്കും പഠിക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കൽദായ സഭയിലെ ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തൃശ്ശൂരുള്ള കൽദായ സഭ എഫേസൂസ് സുന്നോദോസിലെ നിശ്ചയങ്ങളെ എതിർക്കുന്ന ആളുകളാണ് കൽദായ സഭയിലെ ആളുകൾ. ഓറിയൻ്റൽ സഭകളും ബൈസന്റിയൻ സഭകളും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള സാമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഓർത്തഡോക്സ് സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടു. ശരിയായി സ്തുതി അർപ്പിക്കുന്നവരാണ്. അതിന് ഒരു അപ്പോസ്തോലിക് കൊളീജിയാലിറ്റിയിൽ അവർ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പൊതുവിലുള്ള ആ ഒരു അധികാരത്തിൽ അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല പരിശുദ്ധന്മാരോടുള്ള സംസർഗത്തിൽ അവർ വിശ്വസിക്കുന്നു. കിഴക്കോട്ട് തിരിഞ്ഞുള്ള ആരാധന, കുമ്പിട്ട് നമസ്കരിക്കുന്നു തുടങ്ങിയ ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സഭകൾ എന്നുള്ളത് മനസ്സിലാക്കിയതാണ് നേരത്തെ നമ്മൾ. അവിടെ നമ്മൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു ഏക തലവൻ്റെ കീഴിൽ ഒരു സഭ എന്നുള്ള ചിന്താഗതി ഓർത്തഡോക്സ് സഭകൾക്കില്ല. മറിച്ച് പ്രാദേശിക ഒരു തലവൻ കാണും. ആ തലവൻ്റെ കീഴിൽ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സുന്നോദോസിൻ്റെ കീഴിൽ സഭയിലെ ആളുകൾ അണിനിരക്കുന്നു. ബിഷപ്പോ അദ്ദേഹത്തിൻ്റെ വികാരിയോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സഭയുടെ ശാഖയോ ഭാഗമോ അല്ല, സഭ മുഴുവനായി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിടത്ത് ഒരു കുർബാന അർപ്പിച്ചാൽ അവിടെ സഭ മുഴുവനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓർത്തഡോക്സ് സഭകളുടെ ഒരു പ്രത്യേകതയാണ് അൽമായക്കാർക്ക് സഭാഭരണത്തിൽ പ്രാതിനിധ്യവും അവകാശവുമുണ്ട്. ഇതാണ് ഓറിയൻ്റൽ സഭകളും ബൈസന്റിയൻ സഭകളും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള സാമ്യങ്ങൾ. വ്യത്യാസങ്ങളും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഓറിയൻ്റൽ സഭകൾ ആദ്യത്തെ 3 സുന്നോദോസുകളായ നിക്യ, കുസ്തുന്തിനോപ്പോലിസ്, എഫേസോസ് സുന്നോദോസുകളിൽ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നു. ബൈസന്റിയൻ സഭകൾ എന്നാൽ ആദ്യത്തെ 7 സുന്നോദോസുകൾ അവർ അംഗീകരിക്കുന്നു. ആ 7 സുന്നോദോസുകൾ ഏതാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടും ഓറിയൻ്റൽ സഭകളെയും ബൈസന്റിയൻ സഭകളെയും എങ്ങനെ വേർതിരിക്കാമെന്ന് ചോദിച്ചാൽ, കൽക്കദോന്യ സുന്നോദോസിനെ അനുകൂലിക്കുന്നവർ ബൈസന്റിയൻ വിഭാഗങ്ങളെന്നും അനുകൂലിക്കാത്തവർ ഓറിയൻ്റൽ സഭകൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വേദശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടും ഈ 2 ഓർത്തഡോക്സ് സഭകൾക്ക് തമ്മിലുള്ളത്. എന്നാൽ 1964 WCC ഒക്കെ തുടങ്ങി അതിൻ്റെ ഫലമായിട്ടും പിന്നീട് വന്ന ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് 1964 ആർഹൂസിലും 1967 ബ്രിസ്റ്റലിലും 1970 ജനീവയിലും 71 അഡിസ് അബാബയിലും എത്യോപ്യയിലെ അഡിസ് അബാബയിലും വെച്ച് 2 കൂട്ടരും ഒരുപാട് ചർച്ചകൾ നടത്തി. നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് അന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, VC ശമൂവേൽ അച്ഛൻ, ഒസ്താത്യോസ് തിരുമേനി തുടങ്ങിയ പണ്ഡിതരാണ് നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് അന്ന് ആ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തത്. അവരുടെ ചർച്ചകളും ആശയ കൈമാറ്റങ്ങളും ഒക്കെ ഫലമായിട്ട് അവരൊരു പൊതു പ്രസ്താവന അവരിറക്കുന്നുണ്ട്. അപ്പോൾ സഭയുടെ ആ പ്രസ്താവന ഇങ്ങനെയാണ്: സഭയുടെ ഒരേ ഓർത്തഡോക്സ് വിശ്വാസം പരസ്പരം ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ അതുവരെ 2 ചേരിയിൽ നിന്ന് ഒന്നിച്ചും മിണ്ടാതെ പോലും കണ്ടുമ്പോൾ അവർ ശീഷ്മക്കാരെന്നുള്ള രീതിയിൽ നമ്മളെ പറഞ്ഞ് പള്ളികളിൽ നിന്ന് ഇറക്കി വിടുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയും മാറി ഒരു പുതിയ ചിന്ത ആവശ്യമാണ്, സഭ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ട ഫലമായിട്ടുള്ളൊരു പ്രസ്താവനയാണത്. സഭയുടെ ഒരേ ഓർത്തഡോക്സ് വിശ്വാസം പരസ്പരം ഞങ്ങൾ തിരിച്ചറിയുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സത്തയിൽ ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നതായി കണ്ടു. ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യം ഞങ്ങൾ കാണുന്നു എന്നെല്ലാം പൊതു പ്രസ്താവനയിൽ പറയുന്നു. അങ്ങനെ 1970 ജനീവയിൽ നടന്ന 3ാം സംഭാഷണത്തിൽ അഭിപ്രായ ഐക്യം ആയിട്ടില്ലാത്ത 3 കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. അതായത്
ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ ഐക്യം മുമ്പോട്ട് കൊണ്ടുവച്ചു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും തമ്മിലുള്ള വ്യതിരിക്ത രണ്ട് ചിന്തകളും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കുന്നുണ്ട്. പക്ഷേ 1970 ജനീവയിൽ വെച്ച് നടന്ന മൂന്നാം സംഭാഷണത്തിൽ ഒരുമിച്ച് ഒരേ അഭിപ്രായ സമന്വയമാകാത്ത കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചത്. ഒന്നാമത്തേത്, സഭയുടെ ജീവിതത്തിൽ കൗൺസിലുകൾക്കുള്ള സ്ഥാനം കരിസ്മാറ്റിക് ആണോ അതോ ആധികാരികതയുള്ള നിയമങ്ങളാണോ? ഇതിൻ്റെ അർത്ഥം ഓറിയന്റൽ സഭകൾ 3 സുന്നോദോസുകളെ അംഗീകരിക്കുന്നു, ബൈസന്റൈൻ സഭകൾ 7 സുന്നോദോസുകളിൽ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് ഈ സുന്നോദോസുകൾ എന്നുള്ള രീതി രണ്ട് രീതിയും അവലംബിച്ചു കഴിഞ്ഞാൽ ഓറിയന്റൽ സഭകൾ മറ്റ് 7 സുന്നോദോസുകളെയും അംഗീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലൊരു അഭിപ്രായ സമന്വത ആയിട്ടില്ല എന്നുള്ള കാര്യം രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ രണ്ട് തരത്തിലുള്ള രണ്ട് ആദ്യത്തെ 3 കൗൺസിലുകളും പിന്നീടുള്ള 4 കൗൺസിലുകളും അംഗീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. അതായത് രണ്ടുപേരും തമ്മിൽ മുമ്പോട്ട്. അപ്പോൾ അതിനൊരു തീരുമാനം എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ 1970 വെച്ച് ജനീവയിൽ വെച്ച് നടന്ന സംഭാഷണത്തിൽ ഒരു അഭിപ്രായം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നീട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പോപ്പ് ലിയോ, ദിയോസ്കോറോസ്, സേവേറിയോസ് മുതലായ ബഹുമാന്യ പിതാക്കന്മാരെ ശപിക്കുന്നത്, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കേട്ടു. അപ്പോൾ നമ്മൾ പോപ്പ് ലിയോയെയും അവിടുത്തെ മറ്റ് പിതാക്കന്മാരെ ശപിച്ചതുപോലെ ദിയോസ്കോറോസ്, സേവേറിയോസ് തുടങ്ങിയ നമ്മുടെ പിതാക്കന്മാരെ അവരും ശപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച പിതാക്കന്മാരെ എങ്ങനെ അതിനെ നീക്കം ചെയ്യാം, ആ ശാപത്തെ നീക്കം ചെയ്ത് എങ്ങനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാം എന്നതിനെ പറ്റി ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പിന്നീട് പ്രാദേശികമായും ലൗകികമായും സഭാഭരണം എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നതിനെപ്പറ്റി ഒരു പൊതു നിയമം അവർ ചർച്ച ചെയ്തപ്പോൾ മുമ്പോട്ട് വന്നില്ല. എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരുപാട് ചർച്ചകൾ പിന്നീട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പരസ്പരം ഈ ഓറിയന്റൽ സഭകളും ബിസന്റിയൻ സഭകളും തമ്മിൽ ബന്ധത്തിൽ കൂടുതൽ ആഴങ്ങൾ ഉണ്ടാകുന്നുണ്ട് പുതിയ ചർച്ചകൾ. എന്നാൽ ഈ വക കാര്യങ്ങളൊക്കെയും പിന്നീട് പുതിയ പ്രസ്താവനകളൊക്കെയും പുറത്തു വിടുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാകും. പ്രത്യേകിച്ച് നമ്മുടെ സഭയും റഷ്യൻ സഭയും തമ്മിൽ ഒരുപാട് കൂടുതൽ അടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഒരു ഭാവിയിൽ നല്ല സൂചനകൾ നൽകുന്നു. പക്ഷേ അതിൻ്റെ എങ്ങനെ ഒരുമിച്ച് ചേരാം എന്നുള്ള ആ ഒരു സാധ്യത, എങ്ങനെ ഒരുമിച്ച് ചേരും എന്നുള്ളതിൻ്റെ ഒരു വലിയ സാധ്യത നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യം നമ്മൾ തുടർന്നുള്ള സംവാദങ്ങളിൽ കൂടിയൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി നമുക്കതിനെപ്പറ്റി അറിയുവാനും പഠിക്കുവാനും തക്കവണ്ണം കഴിയുകയുള്ളൂ. പുനരൈക്യ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്? പുനരൈക്യത്തിന് നമ്മളെ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, രാജാക്കന്മാരുടെ സഹായം ലഭിച്ച മെൽക്കൈറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതായത് 451 കൽക്കദോന്യ സുന്നോദോസിനെ അനുകൂലിച്ചവർ. മൽക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജാവ് എന്നാണ്. അതുകൊണ്ട് ബസുമൽക്കോ എന്ന് പറഞ്ഞാൽ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നുള്ള സുറിയൻ. മൽക്കോ എന്ന് പറഞ്ഞാൽ രാജാവ്. രാജാവിനെ അനുകൂലിച്ചവർ മെൽക്കൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ രാജാവിനെ അനുകൂലിച്ച ആളുകളെ ആണ് മെൽക്കൈറ്റ് എന്ന് പറഞ്ഞ ആളുകൾ. അവർ ബൈസന്റിയൻ ലിറ്റർജിയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ കാത്തലിക് റൈറ്റ് ആണ് അവർ. അതായത് പോപ്പിനെ അനുകൂലിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളാണ് മെൽക്കൈറ്റ് ഗ്രൂപ്പ്, മെൽക്കൈറ്റ് സഭകൾ. ഈ മെൽക്കൈറ്റ് സഭകളും ബൈസന്റിയൻ സഭകളും ഓറിയന്റൽ സഭയിലെ ആളുകളെ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ 451 ശേഷം ഉള്ള കുറച്ച് കാലയളവിൽ AD 700 കാലഘട്ടം വരെയും 800 കാലഘട്ടം വരെയെങ്കിലും അവർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നതുകൊണ്ട് ഓറിയന്റൽ സഭകളെ വളരെയധികം ആക്രമിക്കുകയും അങ്ങനെ അവർ പീഡകൾ സഹിക്കുക വയ്യാതെ ഇസ്ലാം മതത്തിൽ ചേരുകയും സഭ വിട്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവനെ ഭയന്ന് ഒരുപാട് പേർ അന്ന് ഈ പ്രശ്നങ്ങളിൽ പരസ്പരം സഭകൾ തമ്മിലുള്ള കലഹങ്ങൾ കൊണ്ട് ഒരുപാട് പേര് സഭ വിട്ടുപോവുകയും ഇസ്ലാം മതത്തിൽ ചേരുകയും ചെയ്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവങ്ങൾ നടന്നതിനാൽ ഈ ഒരു പുനരൈക്യത്തിന് രണ്ടു പേർക്കും മനസ്സുകൊണ്ട് വലിയ താല്പര്യവും ആവേശവുമില്ല. രണ്ടാമത്തെ കാര്യം, പ്രേക്ഷിത ചൈതന്യം രണ്ട് കൂട്ടരിലും കുറവാണ്. സ്വയം സംതൃപ്തമായ പാരമ്പര്യമാണ് രണ്ട് കൂട്ടർക്കുമുള്ളത്. തന്മൂലം ഐക്യത്തിനുള്ള ആവേശം കുറവാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വലിയ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളെയും റഷ്യൻ ഓർത്തഡോക്സ് സഭകളെയും പറ്റിയും അവർക്കും ഒരു അഭിമാനമുണ്ട്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അവരവരുടെ കാര്യങ്ങളിൽ അവർ സംതൃപ്തരായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇനി എന്തിനാണ് ഐക്യത്തിൻ്റെ ആവശ്യമെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ അതും ഒരു പുനരൈക്യത്തിനുള്ള ഒരു തടസ്സമാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ യാഥാസ്ഥികത്വം വെച്ച് പുലർത്തുന്ന ചില സഭകൾ, അത് നമുക്കറിയാം ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ. അവർ വളരെയധികം ഒരു റിയലിസ്റ്റിക്കായിട്ടും യാഥാസ്ഥിക സ്വഭാവമുള്ള ആളുകളാണ് അവർ. എത്യോപ്യൻ സഭകളുമൊക്കെ ഇപ്പോൾ നമ്മുടെ സഭയിൽ പഴയ നിയമം വായിക്കാനൊക്കെ സ്ത്രീകളെ നമ്മൾ ഏർപ്പാടാക്കാറുണ്ട്. പക്ഷേ
എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരി ഒരു എത്യോപ്യനാണ്. അവർക്ക് അത് കേൾക്കുമ്പോൾ അവർക്ക് അതിശയമാണ്. കാരണം അവർ സ്ത്രീകളെ ഒരു കാരണവശാലും ഈ വേദോത്സവം മുമ്പോട്ട് വന്ന് വായിക്കാനൊന്നും അവരെ അനുവദിക്കുകയില്ല. അപ്പോൾ അത്രത്തോളം യാഥാസ്ഥികത്വം വെച്ച് പുലർത്തുന്ന ആളുകളാണ് എത്യോപ്യൻ സഭ, ഗ്രീക്ക് സഭകളും. ആരാധന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഈ പുനരൈക്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവരൊരു കാരണവശാലും ഇത് ശരിയല്ല എന്നുള്ള ആശയം മുമ്പോട്ട് വെച്ച് കഴിയുമ്പോൾ അത് മറ്റ് സഭകളെ അത് ബാധിക്കുകയും അങ്ങനെ പുനരൈക്യത്തിനൊരു പ്രതിബന്ധമാവുകയും ചെയ്യും. ഭാരതത്തിൽ നമ്മുടെ ബൈസന്റിയൻ സഭകൾ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഹൈദരാബാദ്, ഡൽഹി കേന്ദ്രങ്ങളിലൊക്കെ കുറച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭകളുടെ കുറച്ച് സഭകൾ അവിടെ ഇവിടെയുമൊക്കെ ഉണ്ടായി വരുന്നു, പള്ളികൾ അങ്ങനെ ഉണ്ടാകുന്നതല്ലാതെ നമ്മുടെ ബൈസന്റിയൻ സഭകൾ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യോജിപ്പ് നടക്കുന്നത് കൊണ്ട് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മറ്റ് സഭകൾ കൂടി അംഗീകരിക്കാതെ നമുക്കതിന് സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൽ നാം കാണുന്നത്. 6-ാം പാഠത്തിൽ സംഭാഷണങ്ങളിലെ മാനവരാശിയുടെ പുനരൈക്യ സാധ്യതകളും. ഇത് നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഡയലോഗിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഡയലോഗിൽ കൂടി നമ്മൾ സംസാരിക്കുകയും ആശയങ്ങൾ കൈമാറുകയും ചെയ്യണമെന്നുള്ളതിന് ആദ്യത്തെ ഒരു യൂണിറ്റിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു പുതിയ വശമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ഡയലോഗിനെ അനുകൂലിച്ചുകൊണ്ടാണ് അന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവിടെ പക്ഷേ ഡയലോഗിനെ എതിരായിട്ട് 1975 WCCയിൽ നടന്ന ഒരു സംവാദത്തെ ഇവാഞ്ചലിക്കൽ സഭകൾ ഡയലോഗിനെതിരായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇനി കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഇവാഞ്ചലിക്കൽ ചിന്താഗതിക്കാർ ഭൂരിപക്ഷവും ഡയലോഗിനെതിരായിരുന്നു. അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം, കർത്താവ് ഇത് പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞത് പ്രസംഗിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. സുവിശേഷം അറിയിക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞിട്ട്. കർത്താവ് ഡയലോഗ് നടത്താനായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് വേദോത്സവത്തിൽ ഇല്ല എന്ന് ഇവാഞ്ചലിക്കൽ ആളുകൾ ആരോപിക്കുന്നു. സത്യവും അസത്യവും തമ്മിൽ ഏത് ഡയലോഗ് നടത്തുവാൻ സാധിക്കും? വെളിച്ചത്തിന് ഇരുളുമായ എന്തൊരു ബന്ധം? അപ്പം ക്രിസ്തു മതം സത്യമാണ്, ക്രിസ്തീയ ചിന്താഗതി സത്യമാണ്, മറ്റ് മതങ്ങളെല്ലാം അസത്യമാണ് എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ഇവാഞ്ചലിക്കൽക്കാർ ഇത് പറയുന്നത്. അങ്ങനെ സത്യവും അസത്യവും തമ്മിൽ എങ്ങനെ സംവാദം നടത്തുവാനായിട്ട് സാധിക്കും? അപ്പോൾ മൂന്നാമത് ഡയലോഗ് തുടങ്ങിയാൽ അത് എല്ലാ മതങ്ങളിലെയും നല്ല ആശയങ്ങൾ ചേർത്ത ഒരു നൂതന സങ്കര മതം. അപ്പോൾ ഈ ക്രിസ്തു മതത്തിലെ നല്ല ആശയങ്ങളെ എടുക്കുന്നു, ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിൽ ഡയലോഗ് നടത്തുന്നു. അങ്ങനെ ഇസ്ലാമിലെ നല്ല കാര്യങ്ങളും എടുക്കുന്നു, ഹിന്ദു മതത്തിലെ നല്ല കാര്യങ്ങൾ എടുത്താൽ ഒരു നൂതന മതം ഉണ്ടായി വരികയല്ലാതെ അതിന് ക്രിസ്തീയ സഭയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല എന്ന് ഇവാഞ്ചലിക്കൽ ആളുകൾ ആരോപിക്കുന്നു. മാത്രമല്ല അങ്ങനെ നമ്മൾ ഡയലോഗിൽ പോയാൽ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാവേണ്ടി വരുമെന്ന് അവർ ആരോപിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സ്വയം വെളിപ്പെടുത്തൽ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവരും പരമമായ വെളിപ്പാട് ചരിത്രത്തിൽ അസാധ്യമാണെന്ന് വിശ്വസിക്കുന്നവരും തമ്മിൽ ആത്മാർത്ഥമായ ഡയലോഗ് സാധ്യമാണ്. അതായത് യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്നും വെളിപ്പെട്ട ദൈവമെന്നും വിശ്വസിക്കുന്ന ആളുകൾ ക്രിസ്തു സഭയിൽ നിൽക്കുന്നു. പരമമായ വെളിപ്പാട് ചരിത്രത്തിൽ അസാധ്യമാണെന്ന് വിശ്വസിക്കുന്നവർ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ, ഇവരോടൊക്കെ നമ്മൾ സംവേദനം നടത്തിയാൽ ഇത് ആത്മാർത്ഥത ഇതിന് ഉണ്ടാകുമോ എന്ന് ഇവാഞ്ചലിക്കൽ ആളുകൾ ചോദ്യം ചെയ്യുന്നു. അഞ്ചാമതായി, ഡയലോഗിന് ഇറങ്ങുമ്പോൾ മറ്റു മതക്കാർ തന്നെ നമ്മുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ ഡയലോഗിന് പോയി കഴിയുമ്പോൾ ഇവർക്ക് സ്വന്തം മതത്തിന് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ഇറങ്ങുന്നതെന്ന് മറ്റു മതക്കാർ ആക്ഷേപിക്കുകയില്ലേ എന്ന് ഇവാഞ്ചലിക്കൽ ആളുകൾ ചോദിക്കുന്നു. ആറാമതായിട്ട്, മിഷനറിമാർ ഇതപര്യന്തം സുവിശേഷം അറിയിച്ചത് ഡയലോഗ് കൊണ്ടാണ്. മിഷനറിമാർ ലോകത്തൊക്കെയും പോയി സുവിശേഷം അറിയിച്ചപ്പോൾ അവർ ചെയ്തത് ദേ പ്രീച്ച് ആൻഡ് ദേ ടീച്ച്. അവർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയാണ് ചെയ്തത്, അല്ല ഡയലോഗ് നടത്തിക്കൊണ്ടല്ല സുവിശേഷം അറിയിച്ചതെന്ന് ഇവാഞ്ചലിക്കൽ ആളുകൾ ആരോപിക്കുന്നു. ഏഴാമതായിട്ട്, ഡയലോഗ് കൊണ്ട് വല്ലവരും സഭയിൽ ചേർന്നിട്ടുണ്ടോ? പരസ്യ യോഗ പ്രസംഗം കേട്ട് എത്രയോ പേർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഇവാഞ്ചലിക്കൽ ആളുകളുടെ പ്രധാനമായിട്ടുമുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ കർത്താവ് ഭരമേൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പോയി സുവിശേഷം ഘോഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഡയലോഗ് നടത്തി മറ്റുള്ളവരെ സഭയിൽ ചേർക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു ആക്ഷേപം 1975 നൈറോബിയിൽ വെച്ച് നടന്ന WCCയുടെ അസംബ്ലിയിൽ വെച്ച് ഇവാഞ്ചലിക്കൽ ആളുകൾ കൊണ്ടുവന്നു. എന്നാൽ ഡയലോഗിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് അവിടെ വെച്ച് തന്നെ മറ്റ് സഭകളെല്ലാം അവിടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിർദ്ദേശിക്കുകയും അങ്ങനെ ഡയലോഗിൻ്റെ പ്രാധാന്യത്തെ അവിടെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയലോഗിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത് BC 4-ാം നൂറ്റാണ്ടിൽ സോക്രട്ടീസ് പ്രചാരത്തിൽ വരുത്തിയ ഡയലോഗിന് സോക്രട്ടീസ് പഠന രീതി, സോക്രട്ടീസ് മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പേർ പറയും.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കർത്താവ് തന്നെ പരീശന്മാരെ സാധുക്യരെ മിണ്ടാതാക്കുന്നു. പൗലോസ് പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിക്കുമ്പോൾ ഡയലോഗിൻ്റെ പ്രാധാന്യം പൗലോസിൻ്റെ പ്രസംഗങ്ങളിൽ കൂടി നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഡയലോഗിന് പ്രാധാന്യം വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് അന്ന് പിന്നീട് സഭയിലെ പിതാക്കന്മാരെല്ലാം ഇതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സകലതും പരിശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ മറ്റു മതങ്ങളെപ്പറ്റിയും നാം കേൾക്കണം. അപ്പോൾ പിന്നീട് ഇതിന് പറയാം, ഒരിക്കലും സത്യത്തിന് ഡയലോഗിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു മതവും ക്രിസ്തീയ വിശ്വാസവും സത്യമാണ്. സത്യമായിട്ടുള്ള ഈ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു കാരണവശാലും മറ്റ് മതങ്ങളെ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് മതങ്ങളിലുള്ള ആളുകളുടെ അന്തർനേത്രങ്ങളെ തുറക്കുവാൻ തക്കവണ്ണം ക്രിസ്തു മതത്തിൻ്റെ അതുല്യത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഡയലോഗ് കൊണ്ട് സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അത് അടിയുറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മാത്രവുമല്ല, ഡയലോഗ് എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഇല്ല എന്ന് അവർ ആക്ഷേപിക്കുമ്പോൾ അതുപോലെ തന്നെ മറുപടിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, തൃത്വവും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവൻ കൂദാശ എന്നീ വാക്കുകളും പദപ്രയോഗങ്ങളും വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും അവയെ സാധൂകരിക്കുന്ന ആശയങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയലോഗ് എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുവാൻ തക്കവണ്ണം കഴിയില്ല എന്ന് അവിടെ പിന്നീട് പറഞ്ഞു വയ്ക്കുന്നു. വെളിച്ചവും ഇരുളും തമ്മിലല്ല ഡയലോഗ്. അതാണ് അവരുടെ മറ്റൊരു ആക്ഷേപം. വെളിച്ചവും ഇരുളും തമ്മിൽ എങ്ങനെ ഡയലോഗ് നടത്തുവാൻ തക്കവണ്ണം കഴിയും? അപ്പോൾ വെളിച്ചവും ഇരുളും തമ്മിലല്ല ഡയലോഗ്, വെളിച്ചവും കൂടുതൽ വെളിച്ചവും തമ്മിലാണ് ഡയലോഗ്. അപ്പോൾ കൂടുതൽ വെളിച്ചമെന്ന് പറയുന്നത് ക്രിസ്തീയ സഭയാണ്. മറ്റ് വിഭാഗങ്ങളിൽ മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് വെളിച്ചം അവർ ഇരുളാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. അവിടെയും വെളിച്ചവും പ്രകാശത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ കൂടുതൽ വെളിച്ചത്തിലേക്ക് അവരെ കൂടി വിളിച്ചടിപ്പിക്കുന്നതിന് ഡയലോഗ് ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന യോഹന്നാൻ ശ്ലീഹായുടെ വാക്കും ഇവിടെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. ലോഗോസ് ദൈവശാസ്ത്രം ഡയലോഗിന് അനുകൂലമെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് ചെയ്യുന്നതിന് മുമ്പും വെളിച്ചമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മനുഷ്യാവതാരത്തിന് ശേഷവും ക്രിസ്തുവാകുന്ന ലോഗോസ് സത്യവും നന്മയും സൗന്ദര്യമുള്ളിടത്തോളം ദൈവമെന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യുക്തി എവിടെയുണ്ടോ അവിടെ ദൈവത്തിനായുള്ള അന്വേഷണം എവിടെയാണ്, അവിടെയെല്ലാം ലോഗോസ് ആവുന്ന ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവം എപ്പോഴും ഇങ്ങനെയുള്ള ഡയലോഗ് നടത്തുന്ന സമയത്തും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും അത് പ്രവർത്തിക്കും, ലോഗോസ് അവിടെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ കൂടി എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരും. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് തന്നെ കൊടുക്കുന്ന ഒരു വാക്കാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അനാകെഫാലി എന്നാണ് ആ ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിലെല്ലാം ഒന്നായി ചേരുന്ന അവസ്ഥ, അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ സാൽവേഷൻ പ്രോസസ്സിലെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന അവസ്ഥ. അപ്പോൾ അതിനുവേണ്ടി ഡയലോഗ് ഒരു വലിയ മുഖാന്തരമാകുമെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. അപ്പോൾ മാത്രവുമല്ല, പിന്നീട് ഗ്രന്ഥകാരൻ പറയുന്ന കാര്യം, എല്ലാ സത്യവും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടത് തന്നെ. സത്യത്തിൻ്റെ ബഹുത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കും അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കും ഡയലോഗ് വഴി നടത്തും. ഇത് 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സത്യം, അർദ്ധസത്യം, അസത്യം എന്നുള്ള കാര്യം നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ അർദ്ധസത്യവും അസത്യവും സത്യത്തിലേക്ക് വഴി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഡയലോഗ് വളരെയധികം സഹായിക്കുമെന്നുള്ള കാര്യം ഗ്രന്ഥകാരൻ പറയുന്നു. മറ്റു മതങ്ങളിലും ആശയങ്ങളിലും ക്രിസ്തു പ്രവർത്തിക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നു. അപ്പോൾ മറ്റു മതങ്ങളിലും ക്രിസ്തു പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെളിച്ചത്തെ അവർ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഡയലോഗ് നടത്തി ക്രിസ്തു എന്തെന്നും ക്രിസ്തുവിൻ്റെ സന്ദേശം എന്തെന്നും ക്രിസ്തു മതം എന്തെന്നും അവരെ പഠിപ്പിക്കുമ്പോൾ അതുവഴി ക്രിസ്തു മതത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയും ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം മറ്റു മതങ്ങളിലുള്ളവർക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് പിന്നീട് ആ അസംബ്ലിയിൽ നടന്ന സംവാദങ്ങളിൽ പറയുന്നു. പിന്നീട് 1982 മെയ് മാസത്തിലെ WCCയുടെ യോഗത്തിൽ ഡയലോഗ് നിയമങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഡയലോഗ് നടത്തണം എന്നുള്ള കാര്യം അവിടെ പറയുന്ന 1-ാമത്തെ കാര്യം, പരസ്പര ബന്ധിതത്വം ഉണ്ടാവണം, ഇൻ്റർ റിലേറ്റഡ്നെസ്. ആശയങ്ങൾ സാമൂഹികവും ആത്മീയവും രാഷ്ട്രീയവും സാൻമാർഗികവും മനഃശാസ്ത്രപരവുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആശയങ്ങൾ കൈമാറുമ്പോൾ ഇതെങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി അത് മനസ്സിലാക്കിയിട്ട് വേണം ഡയലോഗ് നടത്തുവാൻ. പക്ഷപാതിത്വം
ദരിദ്രർക്ക് വേണ്ടി നമ്മൾ വാദിക്കണം, സമാധാന സ്ഥാപകമായിരിക്കണം, പീസ് മേക്കിംഗ് ആയിരിക്കണം, മൂല്യങ്ങളുടെ തിരുത്തൽ, ദരിദ്രൻ്റെയും ചൂഷിതരുടെയും ബലഹീനരുടെയും ആത്മാക്കൾ ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാകുന്നു എന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ ഡയലോഗ് നടത്തുവാൻ തക്കവണ്ണം. സാംസ്കാരിക കെട്ടുറപ്പ്, കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി, ഡയലോഗിൽ രണ്ട് കൂട്ടരുടെയും സംസ്കാരങ്ങളുടെ ഐക്യദാർഢ്യം ഉണ്ടായിരിക്കണം. ദൈവശാസ്ത്രപരമായ കെട്ടുറപ്പ്, തിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി, സുവിശേഷത്തിൻ്റെ മർമ്മം മുഴുവനായി വ്യാഖ്യാനിപ്പാൻ പാടില്ലെങ്കിലും അതിൻ്റെ സാരാംശത്തിലുള്ള ഐക്യം ഗ്രഹിക്കണമെന്ന് പറയുന്നു. വിനയത്തോടുകൂടി അതിനെ സമീപിക്കണം. മനുഷ്യത്വ ചിന്ത അതിലുണ്ടാവണം. ഏക കുടുംബ മനോഭാവം, എക്യൂമെനിസിറ്റി, വർണ്ണവർഗ ജാതി വിവേചനങ്ങൾക്കപ്പുറമായി ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി എല്ലാവരും ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഡയലോഗിനെ കാണുവാൻ. സർവത്തെയും ഉൾക്കൊള്ളുന്ന അവസ്ഥ, ഇൻക്ലൂസീവ്നെസ്, ആരെയും അകറ്റാതെ ഏവരെയും ഉൾക്കൊള്ളുന്ന ഡയലോഗ് ഒരുമയിലേക്ക് നയിക്കണം. വ്യക്തത ഉണ്ടാവണം നമ്മുടെ ആശയങ്ങളിലും കാര്യങ്ങളിലുമെല്ലാം. അതുപോലെ തന്നെ അനുയോജ്യത ഉണ്ടാകും. കേന്ദ്രബിന്ദുവിനെ ചുറ്റിപ്പറ്റി സംസാരിക്കുകയും അർത്ഥശൂന്യത ഒഴിവാക്കുകയും ചെയ്യണമെന്നുള്ള 12 നിയമങ്ങൾ 1982 ഡയലോഗ് WCCയുടെ യോഗത്തിൽ ഡയലോഗ് നിയമങ്ങളെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്നു. ഇങ്ങനെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷത്തെ ബഹുമാനിച്ച് അവരെ സമീപിച്ചാൽ അവരെ പൂർണ്ണ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് WCCയുടെ 1982 സംവാദത്തിൽ കൂടി മനസ്സിലാകുന്നു. ശ്രീ ശങ്കരാചാര്യർ ഹിന്ദു മതത്തിൽ നിന്നും ബുദ്ധമതത്തിലേക്ക് പോയവരെ തിരികെ വരുത്തുന്നതിന് പ്രസംഗങ്ങൾ മാത്രമല്ല ഡയലോഗും ഉപയോഗിച്ചു എന്ന് കാണാം. അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പൗലോസ് പ്രസംഗിക്കുമ്പോഴും മറ്റു വിഭാഗക്കാരെ പുച്ഛിച്ച് തള്ളാതെ അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു രീതി നമ്മളും അവലംബിക്കുമ്പോൾ, മറ്റു മതത്തെ പുച്ഛിച്ച് തള്ളാതെ അവരുടെ നല്ല ആശയങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും അവർ നമ്മയും ബഹുമാനിക്കും. ക്രിസ്തുവിനെ അതുവഴി തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്ന് WCCയുടെ യോഗത്തിൽ പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങൾ 1982 എടുത്ത തീരുമാനങ്ങളിൽ കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 2ാം യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. 3ാമത്തെ യൂണിറ്റിൽ ഇനി നമ്മൾ ഇതുവരെ നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ അപ്പോളജിസ്റ്റ് ആരാണെന്ന് കണ്ടു. ക്രിസ്തീയ സഭയിലുണ്ടായ വേദവിപരീതങ്ങൾ, അതിനെതിരെ അപ്പോളജിസ്റ്റ് എങ്ങനെ പ്രതികരിച്ചു എന്ന് 1ാം യൂണിറ്റിൽ കണ്ടു. 2ാം യൂണിറ്റിൽ ഓർത്തഡോക്സ് സഭകൾ എങ്ങനെ കൗൺസിലുകളെ കാണുന്നു, ഏതൊക്കെ കൗൺസിലുകൾ, വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെ ഉരുവായി, ഏതൊക്കെ കൗൺസിലുകളെ ഓറിയൻ്റൽ സഭകൾ അംഗീകരിക്കുന്നു, കൽക്കദോന്യ സുന്നോദോസ് മൂലമുണ്ടായ സഭയുടെ പിളർപ്പ് എന്നിവ 2ാമത്തെ യൂണിറ്റിൽ കണ്ടു. അപ്പോൾ ഓർത്തഡോക്സ് സഭകളെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ 3ാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് റോമൻ കത്തോലിക്ക സഭ, റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെയൊക്കെ ഓർത്തഡോക്സ് സഭയുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് 3ാമത്തെ യൂണിറ്റിൽ നമ്മൾ കാണുന്നത്. അതിൽ 1ാമത്തെ പാഠത്തിൽ 2ാം വത്തിക്കാന് മുമ്പും പിമ്പുമുള്ള റോമൻ കത്തോലിക്ക സഭയെ പറ്റി കാണുന്നു. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അതിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒരു കൗൺസിലാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. ഈ 2ാം വത്തിക്കാൻ, അതുകൊണ്ട് തന്നെയാണ് 2ാം വത്തിക്കാന് മുമ്പും പിമ്പുമുള്ള കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കത്തോലിക്ക സഭയും അതിന് ശേഷമുള്ള കത്തോലിക്ക സഭയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം വത്തിക്കാൻ കൗൺസിലിന് കത്തോലിക്ക സഭയും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓർത്തഡോക്സ് സഭകളും അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിഭിന്നമായിട്ട് നിയമത്തിനും അച്ചടക്കത്തിനും ഐക്യത്തിനും താരതമ്യേന കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങളും എല്ലാം നിങ്ങൾ വായിച്ചാൽ അറിയാം. കൃത്യമായിട്ടൊരു റോമൻ ലോ, നിയമത്തിന് എല്ലാത്തിനും അവർക്കൊരു കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. അവരുടെ കാനൻ ലോ എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ എന്ന് പറയുന്ന വലിയ ബൾക്കി ബുക്സാണ്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇപ്പം ഒരു മാമോദീസ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ മാമോദീസ എന്നാൽ എന്ത്, പിന്നെ അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞ് അതെങ്ങനെ നടത്തണം, ഏത് സമയത്ത് നടത്തണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും അക്കമക്കം ഇട്ട് അവർ പറയും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവർ നിയമത്തിനും അച്ചടക്കത്തിനും ഒന്നും നിയമത്തിനെതിരായി പാടില്ല എന്നുള്ള രീതിയിലാണ് കത്തോലിക്ക സഭ ആ ഒരു ചിന്തയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ അച്ചടക്കത്തിനും ഐക്യത്തിനും താരതമ്യേന കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ സഭകളും പാപ്പായുടെ കീഴിൽ വരണമെന്ന് അവർ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്ത അങ്ങനെയാണ് വരുന്നത്. ഐക്യം പാപ്പായുടെ അപ്രമാദിത്വത്തിലാണ്. പാപ്പായുടെ കീഴിൽ നിൽക്കുമ്പോൾ ഐക്യം ഉണ്ടാകുന്നു എന്നുള്ള ചിന്തയാണ് കത്തോലിക്ക സഭകളിലുള്ളത്. ഓറിയന്റൽ സഭകൾ 3 കൗൺസിലുകളെ അംഗീകരിക്കുന്നു. ബൈസന്റിയൻ സഭകൾ 7 കൗൺസിലുകളെ അംഗീകരിക്കുന്നു. കത്തോലിക്ക സഭ 21 കൗൺസിലുകളെ അംഗീകരിക്കുന്നു. അപ്പോൾ
വ്യത്യാസം പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങൾ ആദ്യത്തെ പറഞ്ഞു. നിയമത്തിനും അച്ചടക്കത്തിനും ഐക്യത്തിനും താരതമ്യേന കൂടുതൽ പ്രാധാന്യം റോമൻ കത്തോലിക്ക സഭ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. കത്തോലിക്ക സഭ 21 കൗൺസിലുകളെ അംഗീകരിക്കുന്നു. ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു സാർവത്രിക കൗൺസിൽ ഉണ്ടായിട്ട് മാത്രമല്ല റോമൻ കത്തോലിക്ക സഭയും കൂടെ ചേരാതെ കൗൺസിലിൽ സാർവത്രികമാകുകയില്ലെന്ന് അവർ വിചാരിക്കുന്നു. അതായത് ഒരു ആദ്യത്തെ 3 സുന്നോദോസിന് ശേഷമുള്ള സഭകളിൽ ആദ്യത്തെ 3 ശേഷമുള്ള കൗൺസിലുകളിൽ റോമൻ കത്തോലിക്ക സഭ പങ്കെടുക്കുന്നത് പിന്നീടുള്ള 7 കൗൺസിലുകളാണ്. അത് കഴിഞ്ഞിട്ടുള്ള കൗൺസിലുകളിൽ ബൈസന്റൈൻ സഭകൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ബൈസന്റൈൻ സഭകൾ ബാക്കിയുള്ള കൗൺസിലുകളെ, ബാക്കി കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന 14 കൗൺസിലുകളെ ബൈസന്റൈൻ സഭകൾ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭകൾ കത്തോലിക്ക സഭയുടെ 18 കൗൺസിലുകളെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് അത് സാർവത്രികമായിട്ട് നമ്മൾ കണക്കാക്കില്ല. സാർവത്രികമാകണമെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ ബൈസന്റൈൻ വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും കത്തോലിക്ക വിഭാഗവും കൂടി ഒരുമിച്ചിരുന്ന ഒരു കൗൺസിൽ കൂടിയെങ്കിൽ മാത്രമേ അത് സാർവത്രികമാകുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു നാലാമതൊരു കൗൺസിൽ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഈ 3 സഭകളും ഓറിയന്റൽ സഭകളും ബൈസന്റൈൻ സഭകളും കത്തോലിക്ക സഭയും കൂടി ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് കൗൺസിൽ കൂടി അഭിപ്രായ ഐക്യത്തോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം മുമ്പോട്ട് വെച്ചാൽ, ഒരു സഭയ്ക്കെതിരായിട്ടൊരു ഇത് വന്ന് അതിനെതിരെ ഒരു തീരുമാനമെടുത്താൽ അത് ഈ 3 സഭകളും കൂടി ഒരുമിച്ചിരുന്നൊരു ചർച്ച ചെയ്ത് തീരുമാനമായെങ്കിൽ മാത്രമേ അത് സാർവത്രിക സുനോദോസായിട്ട് സഭ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. റോമൻ കത്തോലിക്കരുടെ തനതായ കൗൺസിലുകൾ, ആദ്യത്തെ 7 കൗൺസിലുകൾ ബൈസന്റൈൻ സഭകൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന 7 കൗൺസിലുകൾ റോമൻ കത്തോലിക്കർ അംഗീകരിക്കുന്നുണ്ട്. 8ാമത്തെ കൗൺസിൽ ബേസിൽ ചക്രവർത്തി വിളിച്ചു കൂട്ടിയത് AD 869. 9ാമത്തേത് കാലിസ്റ്റസ് 2ാം മാർപ്പാപ്പ വിളിച്ചുകൂട്ടി 1123 വിളിച്ചുകൂട്ടി. ഇന്നസെന്റ് 3ാമൻ മാർപ്പാപ്പായും അലക്സാണ്ടർ 3ാമൻ മാർപ്പാപ്പായും ഇന്നസെന്റ് 3ാമൻ ലാറ്റിൻ കൗൺസിൽ 4ാമത് 1215 വിളിച്ചു കൂട്ടുന്നു. ഇന്നസെന്റ് 4ാമൻ 1245 പിന്നീട് ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുന്നു. ഗ്രിഗറി 10ാമൻ 1271 ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ ജോൺ പോൾ 23ാം മാർപ്പാപ്പ വത്തിക്കാൻ 2ാം സുനോദോസ് 1962 വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ ഈ ടോട്ടൽ 21 കൗൺസിൽസ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നു. ഇതിൽ ട്രെൻഡ് കൗൺസിൽ നിങ്ങളത് കണ്ടു കാണും. പോൾ 3ാമൻ മാർപ്പാപ്പ 1545 1547 വരെയുള്ള കാലങ്ങളിൽ ട്രെൻഡ് കൗൺസിൽ വിളിച്ചു കൂട്ടുന്നുണ്ട്. അതും 2ാം വത്തിക്കാൻ കൗൺസിലും വളരെയധികം പ്രാധാന്യത്തോടുകൂടി കത്തോലിക്ക സഭ നോക്കിക്കാണുന്നു. കാരണം ട്രെൻഡ് കൗൺസിൽ വിളിച്ചു കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിഫർമേഷൻ നടക്കുന്ന സമയത്ത്, സഭയുടെ നവീകരണം നടക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാനും പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാനും ഉള്ളവരെ കൂടുതൽ ഉറപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ട്രെൻഡ് കൗൺസിൽ പോൾ 3ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് 1545 കൂടിയത്. പിന്നീട് കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ മാനം കൊണ്ടുവന്ന കൗൺസിലാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ. 1962 മുതൽ 1965 വരെയുള്ള കാലങ്ങളിൽ ജോൺ 23ാം മാർപ്പാപ്പ വിളിച്ചു കൂട്ടിയതാണ്. ഇതിൽ ഒന്നാമത് ട്രെൻഡിന് മുമ്പുള്ള റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യമാണ്. ഈ കാലയളവിലാണ് ചില തെറ്റായ ഉപദേശങ്ങൾ ചൂഷണ ഉപാധികളായി തീരുന്നത്. നിങ്ങൾക്കറിയാം, പാപമോചന ചീട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. അതായത് പാപമോചന ചീട്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയാൽ നമ്മുടെ പാപങ്ങളെയെല്ലാം മോചിക്കുമെന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കൽ അന്നത്തെ കാലത്ത് ഒരു ഡൊമിനിക്കൻ സന്യാസിയായ ജൊഹാൻ ടെറ്റ്സൽ എന്ന ഒരു വൈദികൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നീട് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോവുകയും അതിൽ നിന്ന് നേർച്ചപ്പെട്ടിയിൽ നിന്ന് വീഴുന്ന പണം കൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പണിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ആ പാപമോചന ചീട്ട് പോയി മറ്റൊരാൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്താൽ, ഒരു പ്രത്യേകമായ പണം കൊടുത്തത് പർച്ചേസ് ചെയ്താൽ ആ ആളുടെ പാപം മോചിക്കപ്പെട്ടിരിക്കും. അവർ ഡയറക്റ്റായിട്ട് ബസ്ബുർഖാന ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥാനത്തിൽ നിന്ന് പറന്ന് രക്ഷപ്പെടുമെന്ന് അവർ പഠിപ്പിച്ചു. ഇതിനെതിരായിട്ടാണ് മാർട്ടിൻ ലൂതർ ഒരു 95 തീസിസ് എഴുതി വിറ്റൻബർഗ് സർവകലാശാലയിലെ പള്ളിയുടെ വാതിൽമേൽ 1517 എഴുതി ഒട്ടിക്കുന്നത്. അങ്ങനെയാണ് റിഫർമേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ കത്തോലിക്ക സഭയുടെ ഇങ്ങനത്തെയുള്ള പഠിപ്പിക്കലിനെതിരെ ഒരു വലിയ ആഞ്ഞടി ഉണ്ടാവുകയും അതിനെയാണ് റിഫർമേഷൻ എന്ന് ഉള്ള രീതിയിൽ പൊതുവിൽ പറഞ്ഞു വരുന്നത്.
ലൂഥറിൻ്റെ എതിർപ്പ് അനേകരെ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലേക്ക് മാറ്റുകയും ഏറ്റവും കൂടുതൽ ജർമ്മനിയിൽ അന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് പോവുകയും കത്തോലിക്ക സഭയിലെ ഒരുപാട് ദുർചിന്തകളെയും ദുഷ്ട ആചാരങ്ങളെയും എല്ലാം എതിർത്തുകൊണ്ട് ഒരു പുതിയ മാനം കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അന്ന് മാർട്ടിൻ ലൂഥർ ശ്രമിച്ചു. അങ്ങനെ ഒരു പുതിയ രീതിയിൽ കത്തോലിക്ക സഭയിൽ ഒരു വിഭാഗം ഉടലെടുക്കുകയും അങ്ങനെ ആ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉർബൻ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശ് യുദ്ധത്തിന് മരിക്കുന്നവർക്ക് മുഴുദണ്ഡ വിമോചനം, പ്ലീനറി ഇൻ്റലിജൻസ്, അതായത് അതിൻ്റെ അർത്ഥം 1950 കാലഘട്ടങ്ങൾ കുരിശുയുദ്ധം ആരംഭിക്കുമ്പോൾ കുരിശുയുദ്ധത്തിന് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങളുടെ പാപവും മോചിക്കപ്പെട്ടിരിക്കും. അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത് നിങ്ങൾ കുരിശുയുദ്ധത്തിന് പോകണം, ഒന്നാമത്തെ കണ്ടീഷൻ. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയണം. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പാപത്തിൽ നിന്ന് അകന്നിരിക്കുമെന്നുള്ള ബോധമുണ്ട് എങ്കിൽ പ്ലീനറി ഇൻ്റലിജൻസ്, മുഴുദണ്ഡ വിമോചനം, സകല പാപത്തിൽ നിന്ന് നിങ്ങളെ മോചിക്കും എന്നുള്ള ഒരു ആശയവും ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചു. ഇതൊക്കെയും അന്ന് കത്തോലിക്ക സഭയിൽ എതിർപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനെയൊക്കെ ഈ ഒരു ദുഷിച്ച വരുമാന മാർഗമായി കണ്ടു എന്ന് പറഞ്ഞ് മാർട്ടിൻ ലൂഥർ എതിർക്കുന്നുണ്ട്. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ 1814 സ്പെയിനിലും മറ്റും നിലനിന്ന മതദ്രോഹ പ്രവർത്തന മർദ്ദനം, ഇൻക്വിസിഷൻ. ഈ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ സ്പെയിനിൽ ഒരുപാട് ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത സമയത്ത് ഇവർ രഹസ്യമായിട്ട് അവരുടെ പഴയ മതങ്ങളിൽ, ഇസ്ലാം മതത്തിലും മറ്റ് മതങ്ങളിലും ജൂയിഷ് മതത്തിലും ഒക്കെ യഹൂദ മതത്തിലും വിശ്വസിച്ചിരുന്ന ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് മതം മാറി വന്നു. പക്ഷേ ഇവർ രഹസ്യമായിട്ട് അവരുടെ പഴയ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും 2000 പേരിലധികം പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും ആ കാലത്ത് കത്തോലിക്ക സഭയുടെ പേരിനെ ഒരുപാട് കളങ്കമുണ്ടാക്കി എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളാണ്. അതായത് പാപമോചന ചീട്ട്, പ്ലീനറി ഇൻ്റലിജൻസ്, ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ ഇരുണ്ട അധ്യായങ്ങളാണ്. ഇത് സംഭവിക്കുന്നത് ട്രെൻഡ് കൗൺസിലിന് മുമ്പാണ്. 1545 മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത്. പിന്നീട് ട്രെൻഡ് കൗൺസിലിൽ നിക്കയ കുസ്തുന്തിനോസ് വിശ്വാസ പ്രമാണം ഉറപ്പിക്കുകയും കൂദാശകൾ ഏതെന്ന് ക്ലിപ്തപ്പെടുത്തുകയും വേദപുസ്തകവും പാരമ്പര്യവും വിശ്വാസ സ്ഥാപനത്തിന് തുല്യ പ്രാധാന്യമുള്ളതെന്ന് പ്രഖ്യാപിക്കുകയും മതതത്വ ചോദ്യോത്തരങ്ങൾ കാറ്റക്കിസം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ സഭയ്ക്കുള്ളിലൊരു നവീകരണം ഉണ്ടാക്കി പ്രൊട്ടസ്റ്റൻ്റ് നവീകരണത്തെ ചെറുക്കുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം മാർട്ടിൻ ലൂഥർ റിഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ട്രെൻഡ് കൗൺസിലിൽ വിശ്വാസത്തെ, കാറ്റക്കിസം കൂടുതലായിട്ട് വിശ്വാസികളെ പഠിപ്പിക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടി കൊടുക്കുവാൻ തക്കവണ്ണമുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുകയും ചെയ്തൊരു കൗണ്ടർ റിഫോർമേഷൻ കത്തോലിക്ക സഭ ട്രെൻഡ് കൗൺസിലിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ 1517 മാർട്ടിൻ ലൂഥർ റിഫോർമേഷൻ ഉണ്ടാക്കിയെങ്കിൽ 1545 മുതൽ 63 വരെ കൂടിയ ട്രെൻഡ് കൗൺസിലിൽ വെച്ച് ആ ഒരു കാലയളവിൽ കൗണ്ടർ റിഫോർമേഷന് കൗണ്ടറായിട്ട് കത്തോലിക്ക സഭ ഒരു വലിയ ഒരു സമീപനം ഉണ്ടായിക്കൊണ്ട് വരികയും അങ്ങനെ റിഫോർമേഷനെ, നവീകരണത്തെ പ്രതിരോധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കൂടി കാണുവാൻ തക്കവണ്ണം കഴിയും. പിന്നീട് ട്രെൻഡ് കൗൺസിലിന് ശേഷം കൂടിയ ഒരു വലിയ കൗൺസിലാണ് ഒന്നാം വത്തിക്കാൻ കൗൺസിൽ. അത് കൂടിയത് 1869 മുതൽ 1870 വരെയുള്ള കാലത്തിലാണ്. പിയൂസ് 9 മാർപ്പാപ്പയാണ് ഇത് വിളിച്ചു കൂട്ടി. ഇതിൽ അന്ന് ഓർത്തഡോക്സ് സഭകളെയൊക്കെയും പ്രൊട്ടസ്റ്റൻ്റുകാരെയും ഈ കൗൺസിലിൽ ക്ഷണിച്ചു. പക്ഷേ അവരാരും പോയില്ല. ഈ കൗൺസിൽ പ്രധാനമായിട്ടും അവർ പാപ്പയാണ് എല്ലാത്തിൻ്റെയും തലവനെന്നും പാപ്പയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എക്സ് കത്തീഡ്ര അവിടെ ഇരുന്നു കൊണ്ട് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ചുള്ള വിശ്വാസം പ്രഖ്യാപിച്ചാൽ അതിന് തെറ്റിക്കൂടായ്മ, ഇൻഫാലിബിലിറ്റി ഓഫ് പോപ്പ് ഉണ്ടെന്ന് ഈ കൗൺസിൽ തീരുമാനിച്ചു. അപ്പോൾ ഈ കൗൺസിലിൽ ഓർത്തഡോക്സ് സഭയും പ്രൊട്ടസ്റ്റൻ്റുകാരും ഒന്നും പോയില്ല, നിരീക്ഷകരായിട്ട് പോലും പോയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കൗൺസിൽ ഇവർ കൂടി ഒരുപാട് തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ കൂടുതൽ അകലത്തിന് ഈ ഒരു കൗൺസിൽ കാരണമായി. ദൈവമാതാവിൻ്റെ ശരീരത്തോടു കൂടിയുള്ള വാങ്ങിപ്പ് ഒരു വിശ്വാസ സത്യമാകുവാൻ ചിലർ ശ്രമിച്ചു. എന്നാൽ 1950 വരെ അത് വിജയിച്ചില്ല. അപ്പോൾ ദൈവമാതാവിൻ്റെ ശരീരത്തോടു കൂടിയുള്ള വാങ്ങിപ്പ് ഒരു ഡോഗ്മയായിട്ട് കത്തോലിക്ക സഭ അന്ന് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഓർത്തഡോക്സ് സഭകളൊന്നും അതൊരു വിശ്വാസ സത്യമല്ല, മറിച്ച് അതൊരു പാരമ്പര്യമായിട്ട് ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഒന്നാം വത്തിക്കാൻ കൗൺസിൽ കൂടിയത് കൊണ്ട് അത് കൂടുതലും അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ
കൂടുതൽ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും തമ്മിൽ ഒരു ഗ്യാപ്പ് കൂടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം അത് കാരണമായി. പിന്നീടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 മുതൽ 1965 വരെയുള്ള കാലഘട്ടത്തിൽ കൂടുന്നത്. അപ്പോൾ ഇതിനെ സഭയുടെ ഒരു പുതിയ പെന്തിക്കോസ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനുണ്ട് എന്ന് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കണം. പിയൂസ് ഒമ്പതാമൻ സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത് ഉണ്ടാവുകയും ജോൺ 23 മാർപ്പാപ്പ ഇത് വിളിച്ചുകൂട്ടി വത്തിക്കാൻ്റെ ജനലുകൾ തുറന്ന് ശുദ്ധവായു അകത്തേക്ക് കയറ്റിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുവരെ അവർ മറ്റ് സഭകളെ കേൾക്കുവാനോ മറ്റ് സഭകളുടെ ചിന്താഗതികളെ ഉൾക്കൊള്ളുവാനോ ഒന്നും കത്തോലിക്ക സഭ ശ്രമിച്ചില്ല. പക്ഷേ നല്ലവനായിരുന്ന ജോൺ പാപ്പ നല്ല ഉദ്ദേശത്തോടുകൂടി ഈ കൗൺസിൽ വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഇത് വളരെ നല്ല രീതിയിൽ ഈ കൗൺസിൽ വിളിച്ചു കൂട്ടുകയും ഓർത്തഡോക്സ് സഭകളെല്ലാം നിരീക്ഷകരായി ആ കൗൺസിലിലേക്ക് ക്ഷണിക്കുകയും നമ്മുടെ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയൊക്കെയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കൗൺസിലിൽ പോയി പങ്കെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ജോൺ പോൾ 23 മാർപ്പാപ്പയുമായി സംസാരിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിലെങ്ങാണ്ടാണ് അദ്ദേഹം ആ കൗൺസിൽ വെച്ച് തന്നെ അദ്ദേഹം കാലം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദിശാബോധം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം കൗൺസിൽ വിളിച്ചു കൂട്ടുകയും അതുവഴി ഒന്നാം ഘട്ടം കഴിഞ്ഞ് ജൂൺ 3-ാം തീയതി അദ്ദേഹം കാലം ചെയ്തു. 4 ഘട്ടങ്ങളിലായി 10 വിഷയങ്ങൾ ഈ പഠന വിഷയമാക്കി. ദൈവശാസ്ത്രം, വേദപുസ്തകം, പാരമ്പര്യം, വിശ്വാസം, സന്മാർഗം, ബിഷപ്പുമാരും രൂപതകളുടെ ഭരണവും പട്ടക്കാരുടെയും ജനങ്ങളുടെയും അച്ചടക്കം, സന്യാസിമാരും സന്യാസിനിമാരും, വിശുദ്ധ കൂദാശകളുടെ നിയമാവലി, വിശുദ്ധ കുർബാന, പഠനവും സെമിനാരികളും, കിഴക്കൻ സഭകളെക്കുറിച്ച്, മിഷൻ അഥവാ പ്രേക്ഷിത പ്രവൃത്തി, അൽമായക്കാരുടെ പ്രേക്ഷിത പ്രവൃത്തി, ആശയവിനിമയ ഉപാധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്നത്തെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചർച്ച ചെയ്തത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തും വേണ്ടി കാര്യങ്ങൾ ഇവർ സംസാരിച്ചു എന്നുള്ളത്. ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു, ബിഷപ്പുമാരെ എങ്ങനെ രൂപതകളെ ഭരിക്കണമെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു, പട്ടക്കാരും ജനങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു, സന്യാസിമാർക്കും സന്യാസിനിമാർക്കും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചു, കൂദാശകൾ എങ്ങനെ ആചരിക്കണം, വിശുദ്ധ കുർബാന പ്രാദേശിക ഭാഷയിൽ ചൊല്ലണം. അതുവരെ ലത്തീൻ വൽക്കരിക്കപ്പെട്ടു പോയ സഭയെ തനത് പാരമ്പര്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഉണ്ടായ ശ്രമങ്ങൾ വേണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ഒരുപാട് സെമിനാരികൾ അതിനു വേണ്ടിയിട്ട് പഠനത്തിന് വേണ്ടി അവർ കൂടുതൽ കാര്യങ്ങളിലേക്ക് സഭയുടെ ജനലുകളെ തുറന്നിടുന്നു. കിഴക്കൻ സഭകളുടെ നല്ല പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അവരോട് കൂടുതൽ സംസാരിക്കുവാനും കൂടുതൽ ഐക്യത്തിൽ കിഴക്കൻ സഭകളുമായി ചേരുവാനും, അതായത് ഓർത്തഡോക്സ് സഭകളുമായി ചേരുവാനും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആലോചിച്ചു. മിഷൻ സഭയുടെ ഒരു പുതിയ കാര്യമായിട്ട്, അതായത് അതുവരെ ഉണ്ടായിരുന്ന മിഷൻ എന്നുള്ള ആ ഒരു ചിന്തയെ ഒരുപാട് മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് നമ്മൾ മിഷൻ എന്നുള്ള കാര്യം കൂടുതൽ ആഴത്തിൽ ചെയ്യണമെന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മിഷൻ വേല ചെയ്യുന്നതിന് തക്കവണ്ണം കൂടുതൽ ആത്മാർത്ഥമായിട്ട് അവർ ശ്രമിക്കുന്നു. അൽമായക്കാരുടെ പ്രേക്ഷിത പ്രവൃത്തിയും ആശയവിനിമയ ഉപാധികളും കൂടുതൽ ആഴത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ കൂടി കത്തോലിക്ക സഭ ഒരു പുരോഗതിയുടെ പാതയിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ശുദ്ധവായു കത്തോലിക്ക സഭയ്ക്ക് അകത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. സഭ, ദൈവിക വെളിപാട്, വിശുദ്ധ കുർബാന, ആധുനിക ലോകത്തിലെ സഭ എന്നീ 4 വിഷയങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന പ്രമാണ രേഖകൾ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവരുണ്ടാക്കി. 9 ഡിക്രികളും 3 പ്രസ്താവനകളും ഇറക്കി. എക്സ് കത്തീഡ്ര പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. മേൽപ്പറഞ്ഞ 4 പ്രമാണ രേഖകൾ സഭയെ ആധുനീകരിക്കുന്നതിനും പുരോഗമന പാതയിലേക്ക് തിരിച്ചുവിടുന്നതിനും സഹായിച്ചു. അപ്പോൾ ഒന്നാമത്തെ അവർ തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ സഭയെക്കുറിച്ചാണ്. വിശ്വാസപരമായ അടിസ്ഥാന പ്രമാണ രേഖ, വിശുദ്ധ വേദപുസ്തകത്തിൽ സഭയെക്കുറിച്ചുള്ള ഉപമാനങ്ങൾ, സഭയിൽ വൈദികർക്കും ബിഷപ്പുമാർക്കുള്ള സ്ഥാനം, വിവാഹിതരോ അവിവാഹിതരായ ശമാശന്മാരുടെ സ്ഥാനം, വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യം, സഭയിൽ നിലനിൽക്കുന്ന കൃപാവരങ്ങൾ, മാറി നിൽക്കുന്ന സഭകളെക്കുറിച്ചും ഇതര മതങ്ങളെക്കുറിച്ചും, സമത്വവും ആധികാരികതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ, ദരിദ്രർ, ചൂഷിതർ, പ്രയാസം അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള പരിഗണന, സഭയുടെ പ്രേക്ഷിത ചുമതല, സഭയും ഭൗതിക ഭരണകൂടവും ദൈവമാതാവിന് മധ്യസ്ഥ എന്ന നിലയിലുള്ള മാതൃസ്ഥാനം എന്നീ കാര്യങ്ങൾ ഉൾക്കൊണ്ടതോടുകൂടി ഓർത്തഡോക്സ് വിശ്വാസ ആചാരങ്ങളോട് കൂടുതൽ അടുക്കുകയാണ് ഈ കൗൺസിൽ കൂടിയുണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കത്തോലിക്ക സഭ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ അവരൊരു എല്ലാ ചട്ടക്കൂട്ടുകളുടെയും നടുവിൽ കടന്നിരുന്ന കാര്യങ്ങളെ കണ്ടതിൽ നിന്ന് മാറി
ഓർത്തഡോക്സ് സഭകൾ എങ്ങനെ കാര്യങ്ങളെ സമീപിക്കുന്നു, അതുവഴി ആ രീതിയിൽ തന്നെ ആ കണ്ണുകൾ കൊണ്ട് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും വേദപുസ്തക സത്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുന്നു. പിന്നീട് രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് ദൈവിക വെളിപാടിനെ കുറിച്ചാണ്, റവലേഷനെ പറ്റിയാണ്. മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുവരെ ഉണ്ടായിരുന്ന, നമുക്കറിയാം, കേരളത്തിൽ തന്നെ കത്തോലിക്ക സഭയിൽ ലത്തീൻ, എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കത്തോലിക്ക സഹോദരന്മാർ വൈദികരും ഒക്കെയും പറഞ്ഞ കാര്യമുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് ലത്തീൻ വൽക്കരിക്കപ്പെട്ടു പോയി എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു ലത്തീൻ വൽക്കരണത്തിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ രണ്ടാം വത്തിക്കാൻ സുനോദോസ് കാരണമാകുന്നുണ്ട്. അങ്ങനെ ആരാധന മാതൃഭാഷയിൽ മലയാളത്തിലേക്കും, സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്കും, ലത്തീനിൽ നിന്ന് മലയാളത്തിലേക്കും ഒക്കെ ഒരുപാട് ആരാധനാ ക്രമങ്ങൾ, അതിപ്പം ഇപ്പോൾ ഭാഷയിലാണോ, ഏത് ദേശത്താണോ താമസിക്കുന്നത് ആ ദേശത്തിൻ്റെ തനത് ഭാഷയിൽ ആരാധന ഉണ്ടാവണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സ്വീകരിക്കുന്നു. ലളിതമാകണം ആരാധന. അപ്പോൾ ഒരുപാട് സമയം കുർബാനയ്ക്കാകാതെ കുറച്ച് സമയം, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കുർബാന ചൊല്ലി ആളുകൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയാണ് ഒരുപാട് കുർബാനകൾ ഒരു ദിവസം തന്നെ രാവിലെ വരണമെന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെയും വരുന്നത്. പ്രാദേശിക ആചാരങ്ങൾ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ശ്രമിക്കുന്നു. സമൂഹത്തിൽ സൽപ്രേരണ ചെലുത്തുന്ന ആരാധന രൂപീകരിക്കണം. അപ്പോൾ അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഒരുപാട്, അതായത് ഒരു ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലിറ്റർജിക്കൽ റിനോവേഷൻ അവിടെ നടക്കുന്നുണ്ട്. ശരീരരക്തങ്ങൾ വേണ്ടി വന്നാൽ രണ്ടായി കൊടുക്കാം. അപ്പോൾ അപ്പവും വീഞ്ഞും രണ്ടായി കൊടുക്കാമെന്നുള്ള രീതി അന്ന് നിലവിൽ വരുന്നു. അതുവരെ അവർ മുക്കി ഒരുമിച്ച് കൊടുത്തിരുന്നു. രണ്ടായി കൊടുക്കുന്ന രീതി പിന്നീട് വന്നു. ജപമാല പ്രാർത്ഥനകൾ കൂടുതൽ ഒന്നുണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് പരിഷ്കരണങ്ങൾ വേണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനമെടുക്കുന്നു. ആധുനിക ലോകത്തിൽ സഭയെക്കുറിച്ചുള്ള പ്രമാണം ഉണ്ടാവണമെന്നുള്ളത് നാലാമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അവർ തീരുമാനിക്കുന്നു. ഇത് ഏറ്റവും സ്വീകാര്യമായ പ്രമാണരേഖയാണ്. നിരീശ്വരത്വം, മാർക്സിസം, കമ്മ്യൂണിസം, ലോകദാരിദ്ര്യം, സാംസ്കാരിക രംഗത്ത് സഭയ്ക്കുള്ള പ്രേരണ, ക്രിസ്തീയ മാനവികത, എല്ലാ മനുഷ്യരുടെയും സമത്വം, സകല നല്ല മനുഷ്യരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത, നാഗരികതയിൽ മതം കൊണ്ടുള്ള പ്രയോജനം, വിവാഹത്തിൻ്റെ മഹിമ, കുടുംബജീവിതം, ഗർഭഛിദ്ര ദോഷം, ആയുധ മത്സരം, അണുവായുധങ്ങൾ, ജനസംഖ്യാ പെരുപ്പം, ദരിദ്ര രാജ്യങ്ങൾക്കുള്ള സഹായം, അന്തർദേശീയ ആധികാരികത മുതലായ പ്രധാന വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും കേട്ട് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒന്നും തോന്നത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് നിരീശ്വരത്വം, മാർക്സിസം, കമ്മ്യൂണിസം, ലോകദാരിദ്ര്യം, ഈ തുടർന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ 1960-70 കാലഘട്ടങ്ങളിൽ അന്നത്തെ ചിന്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയും വത്തിക്കാൻ സുനോദോസിൽ ചർച്ചയായി വന്നു എന്ന് പറയുമ്പോൾ, അത് അങ്ങനെ ഒരു വിഷയങ്ങൾ, ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള, അന്ന് ലോകം നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ഈ വിഷയങ്ങളെയൊക്കെയും ഒരു സഭയുടെ സുനോദോസിൽ തീരുമാനമായി എടുക്കുക എന്ന് പറയുന്നത് തന്നെ സഭയിൽ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് കത്തോലിക്ക സഭ അതുവഴി കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ കത്തോലിക്ക സഭ അതിനെ കാണുന്നു എന്നുള്ള വലിയ നിർവചനങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപത്തിൽ അവർ ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി സഭയ്ക്ക് ഒരു പുതിയ മാനം അവർ കൊണ്ടുവരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഈ ഒരു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ കൂടി നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കത്തോലിക്ക സഭയിൽ രണ്ട് രീതിയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതായത് ട്രെൻഡ് കൗൺസിലിന് മുമ്പുള്ള ഒരു കത്തോലിക്ക സഭ, അതിനുശേഷം ഒരു കൗണ്ടർ റിഫോർമേഷൻ കൊണ്ടുവരുന്ന കത്തോലിക്ക സഭ, പിന്നീട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് ഉള്ള കത്തോലിക്ക സഭ, അതിന് ശേഷമുള്ള കത്തോലിക്ക സഭ. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് മറ്റ് സഭകളെയൊക്കെ അതിൻ്റേതായ രീതിയിൽ അംഗീകരിച്ച് എല്ലാ സഭകൾക്കും ഒരു പ്രാധാന്യം ഉണ്ട് എന്നും എല്ലാ സഭകളും അപ്പോസ്തോലിക സഭയാണെന്നുള്ള ഒരു രീതിയിൽ ഓർത്തഡോക്സ് സഭകളെ അപ്പോസ്തോലിക സഭകളായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രീതി കൈവരുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി വേണം ഓർത്തഡോക്സ് സഭകൾ നോക്കിക്കാണുന്നു. കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? Leche. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് സമയമുണ്ടോ? ഓക്കെ. Yeah.
പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാടാണ്. ഇത് നമ്മൾ ആദ്യത്തെ ഈ അപ്പോളജറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്തും രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മളിത് കണ്ടു. ഫിലിയോക്കെ കോൺട്രവേഴ്സി എന്ന് പറയുന്ന ഒരു സംഭവം. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള പഠിപ്പിക്കൽ ആണ് രണ്ടാമത്തെ പ്രധാന കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. ഓർത്തഡോക്സ് സഭകൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള രീതി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്രധാനമായിട്ടുള്ള വ്യത്യാസമാണ്. ഇതെങ്ങനെ കത്തോലിക്ക സഭയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പാഠത്തിൽ കൂടി നാം കാണുന്നത്. കുസ്തുന്തിനോപ്പോലിസിലെ സുനോദോസിൽ AD 381 കൂടിയ സുനോദോസിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ള രീതിയാണ് AD 381 സുനോദോസിൽ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ പാശ്ചാത്യ സഭ, അതായത് കത്തോലിക്ക സഭ, അതിൽ നിന്ന് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ആൻഡ് ഫ്രം ദി സൺ, അതാണ് ഫിലിയോക്കെ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. പുത്രനിൽ നിന്നും എന്നുള്ള ഒരു കൂട്ടിച്ചേർക്കലോടുകൂടി കത്തോലിക്ക സഭ അതിനെ കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ചാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വലിയൊരു പിളർപ്പ് ഉണ്ടായത്. അത് 1054 ആ ഒരു വലിയ പിളർപ്പ് ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെയാണ് എന്തുകൊണ്ട് ഈ കൂട്ടിച്ചേർക്കൽ തെറ്റാണ് എന്നുള്ളതാണ് അടുത്ത ചില വാക്യങ്ങളിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ചും സാക്ഷ്യം പറയും. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, സാമാന്യ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ പിതാവിൻ്റെയും എൻ്റെയും അടുക്കൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് എന്താ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ എന്ന് ഉറവ പിതാവ് മാത്രമാണ് എന്ന് പറയുന്നു. അപ്പോൾ പിതാവും പുത്രനും അയപ്പാനുള്ള കാര്യസ്ഥൻ എന്നല്ല പറഞ്ഞത്, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ആദ്യത്തെ കുസ്തുന്തിനോപ്പോലിസ് വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. പക്ഷേ AD 589 കൂടിയ സ്പെയിനിലെ ടൊളീഡോയിൽ കൂടിയ 3-ാം സുനോദോസിൽ വെച്ച്, അവിടെ വെച്ച് ഒരു സുനോദോസ് കൂടുന്നുണ്ട്. അവർ കത്തോലിക്ക സഭ അവിടെ വെച്ച് കൂടിയ ആ സുനോദോസിൽ ഫിലിയോക്കെ കൂട്ടിച്ചേർപ്പ് ആദ്യമായിട്ട് ചേർത്ത് വെച്ചു. പക്ഷേ അത് കത്തോലിക്ക സഭ പൊതുവിൽ അത് അവരുടെ വിശ്വാസ പ്രമാണത്തോട് ചേർത്തില്ല. 1000 വരെ AD 1000 വരെ അത് ചേർത്തില്ല. എന്നാൽ 1054 ഈ ഒരു വിശ്വാസ പാരമ്പര്യത്തെ അവർ വിശ്വാസ പ്രമാണത്തിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഒരു വലിയ പിളർപ്പുണ്ടാകുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് പഠിച്ച സമയത്ത് എങ്ങനെ ഓർത്തഡോക്സ് സഭകളും അഗസ്തീനോസിൻ്റെ പഠിപ്പിക്കലും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. അഗസ്തീനോസ് പഠിപ്പിച്ചത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത് അവരുടെ എസൻസിലാണ് എന്നാണ് അഗസ്തീനോസ് പഠിപ്പിച്ചത്. പക്ഷേ ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിച്ചത് എന്തിലാണെന്നാണ് പറഞ്ഞത്? യോജിപ്പ് എന്തിലാണ്? യോജിപ്പ് പിതാവിലാണ് എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിൻ്റെ യോജിപ്പ് നിലനിൽക്കുന്നത് പിതാവിലാണ്. അപ്പോൾ എസൻസിലല്ല എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നത്. എസൻസിലാണ് എന്ന് വരികിൽ അതൊരു നാലാമത്തെ ആളത്വം എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് പൊതുവിൽ ഉള്ള ഒരു ഓർത്തഡോക്സ് സഭകൾ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ അഗസ്തീനോസ് പോലും പറയുന്നത് ദ സ്പിരിറ്റ് ഒറിജിനലി പ്രൊസീഡ്സ് ഫ്രം ദ ഫാദർ എന്നുള്ളതാണ്. അഗസ്തീനോസ് പോലും പറയുന്ന കാര്യം പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് അഗസ്തീനോസ് പോലും പറയുന്നത്. പക്ഷേ കത്തോലിക്ക സഭ എന്തുകൊണ്ടോ ആ ഒരു വിശ്വാസ പ്രമാണത്തെ അവരുടെ വിശ്വാസ പ്രമാണത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആത്മാവിൽ നിന്നും ജനിച്ചവനും എന്നുകൂടി ചേർക്കേണ്ടി വരും. അതായത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതെന്ന് പറയുന്നുവെങ്കിൽ പുത്രൻ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ജനിച്ചതെന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം പറയുമ്പോൾ പുത്രൻ ജനിച്ചത് പിതാവിൽ നിന്നാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതേസമയം പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പുത്രൻ അപ്പോൾ ജനിച്ചത് പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും എന്ന് പറയേണ്ടി വരും. അതിനാൽ പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നു. പുത്രൻ പിതാവല്ല. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും. രണ്ടുപേരും ഉറവയായി തീരും. അപ്പോൾ ഉറവ പിതാവാണ്.
അപ്പോൾ ആ പിതാവും പുത്രനും അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പിതാവാണെന്ന് വരും. അതായത് രണ്ടുപേരും പിതാവും പുത്രനും ഒന്നാണെന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഓർത്തഡോക്സ് സഭകൾക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഉറവ എപ്പോഴും പിതാവാം ദൈവമാണ് എന്നുള്ള ഒരു പഠിപ്പിക്കലാണ് ഓർത്തഡോക്സ് സഭകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് എന്തുകൊണ്ടോ അങ്ങനെ ഒരു വിശ്വാസത്തെ അവർ 1954 അവർ ചേർത്ത് വെച്ചു. എന്നാൽ പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിൽ ചില സിറോ മലബാർ മേഖലകളിലൊക്കെയും അവർ ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള വാക്ക് മാറ്റി പഴയ വിശ്വാസ പ്രമാണം തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ ഒരു കൂട്ടിച്ചേർപ്പ് എന്നാൽ പാശ്ചാത്യ സഭയ്ക്ക് ഇപ്പോൾ വലിയൊരു തർക്കമോ പിടിവാശിയോ അതിനെപ്പറ്റിയില്ല. ഈ കൂട്ടിച്ചേർപ്പ് കളയണമെന്ന് പറഞ്ഞൊരു പോപ്പ് ഒരു കൽപ്പന എഴുതിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ അടുത്ത് ഇപ്പോൾ പുതിയ പോപ്പ് വന്നപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെയും ആശയവിനിമയം നടക്കുന്നുണ്ട്. ഈ സഭകളിൽ യോജിപ്പ് വേണമെന്ന് ഇപ്പോഴത്തെ പോപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ കത്തോലിക്ക സഭ വിട്ടുവീഴ്ച നടത്തിയേക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസം ഓറിയൻ്റൽ സഭകൾ 3 സിനോദോസുകളെ അംഗീകരിക്കുന്നു, ബൈസന്റൈൻ സഭകൾ 7 സിനോദോസുകളെ അംഗീകരിക്കുന്നു, കത്തോലിക്ക സഭ 21 സിനോദോസുകളെ അംഗീകരിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് എല്ലാം നിയമ അധിഷ്ഠിതമാണ്. എല്ലാത്തിനും ഒരു കാനൻ ലോ ഉണ്ട്. അതിനനുസരിച്ച് കൃത്യമായ ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫിലിയോക്കെ കോൺട്രവേഴ്സിയാണ്. അത് വിശ്വാസ പ്രമാണത്തിൽ അവർ കൂട്ടിച്ചേർത്ത പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പറയുന്ന ഈ ഒരു കൂട്ടിച്ചേർക്കലാണ് ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ബാക്കിയുള്ള വ്യത്യാസങ്ങൾ എന്ത് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഈ കാര്യത്തിൽ സംശയമുണ്ടോ? അച്ഛാ അലക്സ് ആണേ. താങ്ക് യു കേട്ടോ അച്ഛാ. താങ്ക് യു ഫോർ ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. നമ്മൾ ഇവിടെ ഉള്ള പാർട്ടിസിപ്പൻസിനോട് പറയാം, നമുക്ക് അടുത്ത ക്ലാസ് അച്ഛനാണെങ്കിൽ ഒരു ഹീസ് ഓൾസോ അഡീഷണൽ ചാർജ് കിട്ടിയോണ്ട് ഹിസ് അവൈലബിലിറ്റി ഇസ് ലെസ്. അതുകൊണ്ട് അച്ഛന് ഈ വരുന്ന ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇതിന് ബാക്കി 2 ക്ലാസ് കൂടെ ആയിട്ട് ഈ അടുത്ത 2 യൂണിറ്റ് 4 തീർക്കാൻ നോക്കുന്നു. സോ ദാറ്റ് നമുക്ക് ഈ ക്ലാസ് അങ്ങ് എളുപ്പം തീർക്കാൻ. അതിന്റെ റെക്കോർഡിങ് ഞാൻ അപ്ലോഡ് ചെയ്യാം. കയറാൻ ഒക്കുന്നവരെല്ലാവരും ദയവായി അന്നത്തെ ദിവസം കയറണേ. ഈ വരുന്ന ബുധനും വ്യാഴവും വൈകിട്ട് 6 മണി സെൻട്രൽ ടൈം നമുക്ക് ആ 2 ക്ലാസ്സിനകത്ത് തീർക്കാമെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ റെക്കോർഡിങ് അപ്ലോഡ് ചെയ്യാം. കയറാക്കുന്നവരെല്ലാവരും അന്ന് ലൈവായിട്ട് ഒന്ന് കയറിയാൽ അവർക്കും കേൾക്കാം. അച്ഛാ നമുക്ക് പ്രാർത്ഥിച്ചു പോകാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധുള്ള തിരുനാമത്തെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവ് പുത്ര ജയമുള്ള സ്ലീബ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധുള്ള റുഹ കുടിപ്പിന് ഭയനങ്ങളായി ശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും എല്ലാ സമയത്തും ദൈവത്തിന് ചെറുകളെ മറച്ചു കൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനെ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്.